പ്രൈസ് ദി ലോർഡ്. ദൈവ സാന്നിധ്യത്തെ നമ്മുടെ ജീവിതത്തിൽ അനുഭവിച്ചറിയുവാനും നമ്മുടെ ജീവിതത്തിൽ വീണ്ടും ഒരു പ്രഭാതം കൂടെ ദൈവം നൽകിയതിനായി ദൈവത്തെ സ്തുതിക്കുന്നു. പെന്റക്കോസ്റ്റ് മെസ്സഞ്ചർ യൂട്യൂബ് ചാനൽ കൂടെ എല്ലാ പ്രഭാതത്തിലും അപ്ലോഡ് ചെയ്യുന്ന പ്രഭാത സന്ദേശം കേൾക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവരെയും ഈ തരുണത്തിൽ കർത്താവിൻ്റെ പൊന്നുനാമത്തിൽ വന്ദനം ചെയ്യുന്നു. ദൈവം നമ്മെ ഓരോരുത്തരെയും അനുഗ്രഹിക്കുമാറാകട്ടെ. ഇന്നത്തെ നമ്മുടെ ചിന്തയ്ക്കായി നൽകപ്പെട്ടിരിക്കുന്നതായ വചനം ഹബക്കൂക്ക് പ്രവചനം 2-ാം അധ്യായത്തിൻ്റെ 3-4 വാക്യങ്ങൾ. അതിങ്ങനെ വായിക്കുന്നു: ദർശനത്തിന് ഒരു അവധി വച്ചിരിക്കുന്നു, അത് സമാപ്തിയിലേക്ക് ബന്ധപ്പെടുന്നു. സമയം തെറ്റുകയുമില്ല, അത് വൈകിയാലും അതിനായി കാത്തിരിക്കുക, അത് വരും നിശ്ചയം, താമസിക്കുകയുമില്ല. അങ്ങനെ പറഞ്ഞതിന് ശേഷം പ്രവാചകൻ അതിൻ്റെ 4-ാം വാക്യത്തിൽ ഒരു പ്രധാനമായ കാര്യം പറയുന്നുണ്ട്. അതിപ്രകാരമാണ്: എൻ്റെ നീതിമാൻ വിശ്വാസത്താൽ ജീവിച്ചിരിക്കും. പ്രൈസ് ദി ലോർഡ്. എന്തിനു വേണ്ടിയാണ് ജീവിച്ചിരിക്കുന്നത്? ദൈവം തന്നിരിക്കുന്നതായ ദർശനത്തെ കാണുവാൻ ഭാഗ്യമുണ്ടാകേണ്ടതിന്. നമ്മോട് ദൈവം പറഞ്ഞിട്ടുള്ളതായ കാര്യങ്ങൾ നടന്ന് കാണുവാൻ ഒരു ഭാഗ്യം ലഭിക്കുന്നത് അതൊരു നീതിമാന് വേണ്ടി ഉള്ള ദൈവത്തിൻ്റെ ദാനമാണ്. ആ ഭാഗ്യ അവസ്ഥയെ കാണുവാൻ, അല്ലെങ്കിൽ ദൈവം നമുക്ക് തന്നിരിക്കുന്നതായ ദർശനത്തിൻ്റെ ആ യാഥാർത്ഥ്യത്തെ നമ്മുടെ ജീവിതത്തിൽ കാണുവാൻ അവസരം ലഭിക്കണമെങ്കിൽ അവൻ വിശ്വാസത്താൽ ജീവിച്ചിരിക്കണം. പ്രൈസ് ദി ലോർഡ്. നമ്മുടെ കർത്താവ് ശിഷ്യന്മാരോട് സംസാരിച്ചു കൊണ്ടിരിക്കുമ്പോൾ യേശുവിൽ വിശ്വസിച്ചതായ ഒരു കൂട്ടം യഹൂദന്മാരോട് കർത്താവ് പറഞ്ഞു: നിങ്ങൾ എന്നിൽ വിശ്വസിക്കുക മാത്രമല്ല, എൻ്റെ വചനത്തിൽ നിലനിൽക്കുന്നു എങ്കിൽ നിങ്ങൾ വാസ്തവമായി ശിഷ്യന്മാരാകും. അപ്പോൾ കേട്ടു വിശ്വസിക്കുന്ന ഒരവസ്ഥയുണ്ട്, കേട്ടതിൽ ആ വചനത്തിൽ നിലനിന്നു പോകുന്ന കണ്ടിന്യൂവേഷൻ, അങ്ങനെ ഒരു അനുഭവമുണ്ട്. അതിനെയാണ് വിശ്വാസത്തിൽ ജീവിച്ചിരിക്കുന്ന അവസ്ഥ എന്ന് പറയുന്നത്. എന്നാൽ അപ്പോസ്തലനായ പൗലോസ് ഗലാത്യ സഭയോടും എബ്രായ സഭയോടുമൊക്കെ സംസാരിക്കുമ്പോൾ എൻ്റെ നീതിമാൻ വിശ്വാസത്താൽ ജീവിക്കും എന്ന് അവിടെ രേഖപ്പെടുത്തിയിട്ടുണ്ട്. നാം ഇന്ന് വായിച്ചതായ വേദഭാഗവും ആ ഭാഗവും രണ്ടും രണ്ടനുഭവമാണ്. എൻ്റെ നീതിമാൻ വിശ്വാസത്താൽ ജീവിക്കും എന്ന് പറഞ്ഞത് അവൻ്റെ ദൈനംദിനം ജീവിതത്തിൽ അവൻ്റെ ആവശ്യങ്ങളെയൊക്കെയും നിറവേറ്റപ്പെടുവാൻ, ദൈവത്തോട് ചോദിച്ചു വാങ്ങിക്കുവാൻ, ദൈവം കൊടുക്കുന്നതിൽ തൃപ്തനായി ജീവിക്കുവാൻ, ദൈവസന്നിധിയിൽ സംതൃപ്തിയുള്ള ഒരു ജീവനം ചെയ്യുവാൻ ഉതകുന്ന ഘടകം വിശ്വാസം. എന്നാൽ വിശ്വാസത്താൽ ജീവിക്കുന്ന ഒരു ഭക്തൻ, നീതിമാൻ, അവൻ്റെ ജീവിതത്തിൽ എപ്പോഴും ദൈവം കൊടുക്കുന്നതിൽ സന്തോഷമുള്ളവനായിരിക്കും. അവനെയാണ് വിശ്വാസത്താൽ ജീവിക്കുന്ന നീതിമാൻ എന്ന് പറയുന്നത്. എന്നാൽ ഇന്ന് നാം വായിച്ചതായ വേദഭാഗം, ദൈവത്തിൻ്റെ വചനം പറയുകയാണ്, ദർശനത്തിന് ഒരവധി വച്ചിരിക്കുന്നു. ദൈവം നിന്നോട് സംസാരിച്ചിട്ടുള്ള പല കാര്യങ്ങൾ ദർശനങ്ങളിൽ കൂടെയും അനേക സ്വപ്നങ്ങളിൽ കൂടെയും ആലോചനകളിൽ കൂടെയും ദൈവശബ്ദത്തിൽ കൂടെയുമൊക്കെ ദർശനങ്ങളായി പരിണമിച്ച് നിന്റെ ജീവിതത്തിൽ ഇതുവരെയും നിനക്ക് കാണുവാൻ കഴിയാഞ്ഞ പല കാര്യങ്ങളും വാഗ്ദത്തങ്ങളുമുണ്ട്. ദൈവത്തിൻ്റെ വചനം പറയുന്നു, അതിനൊരു അവധി വച്ചിരിക്കുന്നു. പലരും ദർശനങ്ങൾ കാണുമ്പോൾ പെട്ടെന്നത് പിറ്റേ ദിവസം രാവിലെ ഉറക്കമുണർന്ന് എഴുന്നേൽക്കുമ്പോൾ ആ ദർശനത്തിൻ്റെ ഒരു പൂർത്തീകരണം, ഒരു നടത്തിപ്പ് ആഗ്രഹിക്കുന്നവരുണ്ട്. അന്ന് മുതൽ അവരുടെ മനസ്സിൽ ഇങ്ങനെ വലിയൊരു വ്യാകുലത, ഒരു പ്രയാസം. ഞാൻ കഴിഞ്ഞ ദിവസം ഒരു ദർശനം കണ്ടല്ലോ, അതെപ്പോഴാണ് നടക്കുന്നത്, ഇതിൻ്റെ അർത്ഥം എന്താണ് ഇത് സൂചിപ്പിക്കുന്നതൊക്കെ നമ്മുടെ ജീവിതത്തിൽ ഒരു അങ്കലാപ്പ് വരും. ദൈവത്തിൻ്റെ വചനം പറയുന്നു, ദാനിയേലിന് അങ്ങനെ ഒരു അങ്കലാപ്പുണ്ടായിരുന്നു. ദാനിയേൽ ദൈവത്തോട് ചോദിച്ചു, എനിക്കിതൊന്നും മനസ്സിലാകുന്നില്ലല്ലോ ദൈവമേ എന്ന് ദൂതനോട് ചോദിച്ചപ്പോൾ ദൂതൻ ദാനിയേലോട് പറഞ്ഞത്,
ദർശനം നീ കണ്ടതോ അത് ബഹുകാലത്തേക്കുള്ളതാകുന്നു. ചിലത് ഇപ്പോൾ നടക്കുന്നു, ചിലതൊക്കെ മുദ്ര വെച്ച് വരും കാലങ്ങളിൽ നടക്കുവാൻ അത് സൂക്ഷിക്കപ്പെട്ടിരിക്കുന്നു. എന്നാൽ ഹബക്കൂക്ക് മുഖാന്തരം ദൈവം കൊടുക്കുന്ന ഒരാലോചന, അനേക ദർശനങ്ങൾ നിന്റെ ജീവിതത്തിൽ ദൈവം തന്നിട്ടുണ്ടായിരിക്കാം. അനേകം തരുണങ്ങളിൽ ദൈവം നിന്നോട് സംസാരിച്ചിട്ടുണ്ടായിരിക്കാം. അനേക വാഗ്ദത്തങ്ങൾ നിന്റെ ജീവിതത്തിൽ ദൈവം തന്നിട്ടുണ്ടായിരിക്കാം. പലപ്പോഴും അതിന് നിവൃത്തി കാണാതെ അതിൻ്റെ ഒരു യാഥാർത്ഥ്യം നിന്റെ ജീവിതത്തിലും നിന്റെ കുഞ്ഞുങ്ങളിലും കുടുംബത്തിലും പ്രത്യക്ഷപ്പെടുന്നില്ലല്ലോ എന്ന് ഭാരപ്പെട്ട് നിന്റെ ജീവിതത്തിൽ അധൈര്യം വന്നിട്ടുണ്ടെങ്കിൽ, ദൈവത്തോട് സംശയം തോന്നിയിട്ടുണ്ടെങ്കിൽ, ദൈവവചനത്തിങ്കൽ ആദരവ് കുറഞ്ഞിട്ടുണ്ടെങ്കിൽ, ദൈവത്തിൻ്റെ ആത്മാവ് പറയുകയാണ് അത് വരും നിശ്ചയം. അതിനുവേണ്ടി കാത്തിരിക്കുക. ആർക്കാണ് കാത്തിരിക്കാൻ കഴിയുന്നത്? ആർക്കാണ് ഈ ലോങ് പേഷ്യൻസ് ഉണ്ടാകുന്നത്? ദീർഘക്ഷമയോടെ ഇന്നല്ലെങ്കിൽ നാളെ ദൈവം അത് തീർച്ചയായിട്ടും എന്നോട് സംസാരിച്ചിട്ടുണ്ടെങ്കിൽ അതിനെ ചെയ്യുവാൻ ശക്തനാണെന്ന് ആർക്ക് വിശ്വസിക്കാൻ കഴിയും? ആരാണ് അത്രയും നാൾ ജീവിച്ചിരുന്ന് കാണുവാൻ വേണ്ടി കൊതിക്കുന്നത്? ദൈവത്തിൻ്റെ ആത്മാവ് പറയാണ്, എൻ്റെ നീതിമാൻ വിശ്വാസത്താൽ ജീവിച്ചിരിക്കും എന്ന് പറഞ്ഞാൽ ദൈവം നിന്നോട് സംസാരിച്ചതിൻ്റെ യാഥാർത്ഥ്യങ്ങൾ അത് പൂർണ്ണമായി നിന്റെ ജീവിതത്തിൽ അനുഭവിച്ചറിയുന്ന ഒരു ദിവസം, ആ ദിവസം വരെയും ദീർഘക്ഷമയോടെ ജീവിച്ചിരിക്കുവാൻ നിന്നിലുള്ളതായ ദൈവത്തിലുള്ളതായ നിന്നിൽ നിക്ഷേപിക്കപ്പെട്ടതായ വിശ്വാസം നിന്നെ സഹായിക്കുന്നു. തിമോത്തിയോസിനോട് അപ്പോസ്തലനായ പൗലോസ് പറയുന്നു, അല്ലയോ തിമോത്തിയോസേ മോനെ, ഞാൻ ആരെ വിശ്വസിച്ചിരിക്കുന്നു എന്ന് ഞാൻ അറിയുന്നു. ആ അറിവിൽ കൂടെ തൻ്റെ ജീവിതം കണ്ടിന്യൂ ചെയ്യുകയാണ്. അത് പെട്ടെന്ന് ആരെ വിശ്വസിച്ചിരിക്കുന്നു അവൻ എൻ്റെ ഉപനിധി നാളെ എൻ്റെ കയ്യിൽ കൊണ്ടു തരുമെന്നല്ല, അതിനുവേണ്ടി ദൈവം തെരഞ്ഞെടുത്തിരിക്കുന്ന ഒരു നിമിഷവും ഒരു ദിവസവും ഒരു പ്രത്യേകമായ സാഹചര്യങ്ങളും ദൈവം വച്ചിരിക്കുന്നു. അത് ഞാൻ അറിയുന്നില്ല. അതാണ് താൻ തിമോത്തിയോസിനോട് പറയുന്നത്. ഞാൻ ആരെ വിശ്വസിച്ചിരിക്കുന്നു എന്ന് ഞാൻ അറിയുന്നു, അവൻ എൻ്റെ ഉപനിധി. അന്ന് നീതിമാന്മാർക്ക് വേണ്ടി അവൻ ആ ഉപനിധിയെ ദാനം ചെയ്യുമ്പോൾ എനിക്കും അത് തരും. ഞാനത് പ്രാപിക്കും. ഞാൻ അതിന് യോഗ്യനാണ്. ഞാൻ അതിനു വേണ്ടി വിശ്വാസത്താൽ ജീവിച്ചിരിക്കും. ദൈവത്തിന് മഹത്വം ഉണ്ടാകട്ടെ. നമ്മുടെ ജീവിതത്തിൽ ഓരോരോ പ്രശ്നങ്ങളും പ്രയാസങ്ങളും ഇല്ലായ്മകളും ദാരിദ്ര്യങ്ങളും കഷ്ടങ്ങളും രോഗങ്ങളും വീഴ്ചകളും താഴ്ചകളും അപമാനങ്ങളും അനേകം ബുദ്ധിമുട്ടുകളും അനേക സങ്കടങ്ങളും അനേക തിക്തമായ അനുഭവങ്ങളും നമ്മുടെ ജീവിതത്തിൽ നേരിടുമ്പോൾ നാം അവയെ നേരിടുവാൻ നാം ഉപയോഗിക്കുന്നതായ ഒരു വലിയ ആയുധമുണ്ട്. അത് വിശ്വാസം. അതാണ് എൻ്റെ നീതിമാൻ വിശ്വാസത്താൽ ജീവിക്കും എന്ന് പറയുന്നത്. ജീവിക്കും എന്ന് പറയുന്നതും ജീവിച്ചിരിക്കും എന്ന് പറയുന്നതും രണ്ടനുഭവം. ജീവിച്ചിരിക്കുന്നത് നിന്നോടുള്ളതായ വാഗ്ദത്തങ്ങളുടെ നിവൃത്തി നിന്റെ ജീവിതത്തിൽ സാഫല്യമായി നിന്റെ തലമുറകളിലും നിന്റെ കുടുംബത്തിലും നിന്റെ സഹോദരങ്ങളിലും നിന്റെ വ്യക്തിപരമായ ജീവിതത്തിലും ദൈവം അത് സാധ്യമാക്കി കൊണ്ടുവരുന്നതായ ഒരു പ്രത്യേക നിമിഷങ്ങളെ കാണുവാൻ ഭാഗ്യമുള്ളവനായി നീ ജീവിച്ചിരിക്കുക. അങ്ങനെ ജീവിച്ചിരിക്കുന്നതിന് വേണ്ടി നിന്നിൽ പ്രവർത്തിക്കുന്ന വലിയൊരു ആത്മശക്തിയുണ്ട്. ആ ആത്മശക്തിയുടെ പേരാണ് വിശ്വാസം. അതേ വിശ്വാസം നിന്റെ ദൈനംദിന ജീവിതത്തിലേക്ക് വന്ന് ഓരോ ദിവസവും നിനക്ക് ആവശ്യമായിട്ടുള്ള സകല ബുദ്ധിമുട്ടുകളും സകല പ്രയാസങ്ങളും അതിനെയൊക്കെയും തരണം ചെയ്യുവാൻ ദൈവം തരുന്നതായ ഒരു കൃപ വിശ്വാസത്താൽ ജീവിക്കുമെന്ന് പറയുന്നത്. ജീവിക്കുവാൻ വേണ്ടി നീ ഉപയോഗിക്കുന്നതായ ഒരു വലിയ ഒരു ശൈലി വിശ്വാസം. ജീവിച്ചിരിക്കുന്നതിന് വേണ്ടി നീ നിന്നെ സഹായിക്കുന്നതായ ഒരു ജീവിത ശൈലി വിശ്വാസം. ദൈവത്തിന് മഹത്വം ഉണ്ടാകട്ടെ. വിശ്വാസത്തിൻ്റെ രണ്ട് പ്രവൃത്തികൾ മനുഷ്യനിൽ ഇങ്ങനെയാണ് സാധ്യമാകുന്നത്. ഇന്ന് ഈ മനോഹരമായ പ്രഭാതയാമത്തിൽ അനേക ദർശനങ്ങളെയും ദൈവത്തിൻ്റെ വാഗ്ദത്തങ്ങളെയും ജീവിതത്തിൽ അനേക നാളുകൾക്ക് മുമ്പ്
വർഷങ്ങൾക്ക് മുമ്പ് ദൈവം നിനക്ക് വെളിപ്പെടുത്തിയതെങ്കിലും അത് നടന്നു വരാത്തതിലുള്ളതായ ബുദ്ധിമുട്ടുകൾ, മനപ്രയാസം, ഭാരം നിന്നെ പിടികൂടിയിട്ടുണ്ടെങ്കിൽ നിന്നോട് സംസാരിക്കുന്ന വചനമാണ്. യോസേഫിന്റെ ജീവിതത്തിലേക്കൊന്ന് വരൂ. അവന്റെ ചെറുപ്പകാലത്ത് ദൈവം അനേക ദർശനങ്ങളെ അവന് കൊടുത്തു. അതെല്ലാം യോസേഫ് തന്റെ മനസ്സിൽ സംഗ്രഹിച്ചു. അതൊന്നും പിറ്റേ ദിവസം നടക്കുന്ന കാര്യങ്ങളല്ല എന്ന് യോസേഫിന് ആത്മാവിൽ വെളിപ്പെടുകയുണ്ടായി. അതിനുവേണ്ടി ദീർഘക്ഷമയോട് താൻ കാത്തിരുന്നു. യാക്കോബിന് പല ദർശനങ്ങൾ ദൈവം കൊടുത്തു. ആ ദർശനങ്ങളൊന്നും പിറ്റേ ദിവസം നടക്കുന്നതല്ലെന്നത് യാക്കോബിന് മനസ്സിലായി. അതിന് സാധ്യമാകുന്ന ദർശനങ്ങളുടെ സാധ്യതകൾ അവന്റെ ജീവിതത്തിൽ വാസ്തവമായി കാണുന്ന ഒരു ദിവസവും ഒരു സുപ്രഭാതവും ഉണ്ട് എന്ന് അവനെ സഹായിക്കുന്ന, അല്ലെങ്കിൽ അറിയുവാൻ അവനെ സഹായിച്ചതായ ഒരു ഘടകം വിശ്വാസം. ആ വിശ്വാസത്താൽ അവൻ ജീവിച്ചിരുന്ന് ദൈവം തന്നോട് സംസാരിച്ച കാര്യങ്ങളുടെയൊക്കെ നിവൃത്തി അവന്റെ ജീവിതത്തിൽ കാണുവാനിടയായി തീർന്നു. പ്രിയപ്പെട്ട ദൈവത്തിന്റെ പൈതലേ, വിശ്വാസം നിന്റെ ജീവിതത്തിൽ രണ്ട് പകുതികളിൽ പ്രവർത്തിക്കുന്നു. ഒന്ന്, ദൈവം നിന്നോട് ചെയ്ത വാഗ്ദത്തങ്ങളെ നിന്റെ ജീവിതത്തിൽ അക്ഷരീകമായി കാണുവാൻ, നിവൃത്തിയായി കാണുവാൻ, നിന്റെ കുഞ്ഞുങ്ങളിലും നിന്റെ കുടുംബത്തിലും നിന്റെ ദേശത്തിലും വിശ്വാസ ജീവിതത്തിലും ഔദ്യോഗിക ജീവിതത്തിലുമൊക്കെയും നീ പോകുന്നിടത്തൊക്കെയും ദൈവം നിന്നോട് വാഗ്ദത്തം ചെയ്ത വാഗ്ദത്തങ്ങളുടെ നിവൃത്തി കാണുവാൻ നീ വിശ്വാസത്താൽ ജീവിച്ചിരിക്കണം എന്ന് ദൈവത്തിന്റെ ആത്മാവീയ പ്രഭാതത്തിൽ പറയുന്നു. രണ്ട്, നിന്റെ ദൈനംദിന ജീവിതത്തിൽ നീ അനുഭവിക്കുന്നതായ അനേക ക്ലേശങ്ങളുടെ മുഖത്ത്, ദാരിദ്ര്യങ്ങളുടെ മുഖത്ത് ദൈവം നിന്നെ കൈവിട്ടില്ല, അവൻ നിന്നെ അനാഥനായി വിടുകയില്ല എന്ന് ദൈവം നിന്നോട് പറഞ്ഞിട്ടുള്ളതായ വചനങ്ങളിൽ ആശ്രയിച്ചുകൊണ്ട് ബലഹീനതയിൽ തികഞ്ഞു വരുന്നതായ ദൈവത്തിന്റെ കൃപയെ പ്രാപിപ്പാൻ തക്കവണ്ണം വിശ്വാസത്തെ നിന്റെ ആ കവചമായി സ്വീകരിച്ചുകൊണ്ട് ആ വിശ്വാസത്തിന് വേണ്ടി വിശ്വാസത്താൽ ജീവിക്കുന്ന ഒരനുഭവം. എന്നെ വിളിച്ചവന് വിശ്വസ്തനാണ്, അവൻ എന്നെ കൈവിടുകയില്ല. ഏതെല്ലാം ഘോരമായ സന്ദർഭങ്ങൾ എൻ്റെ ജീവിതത്തിൽ നേരിടേണ്ടി വന്നിരുന്നാലും ശരി, കൂരിൽ താഴ്വരകളിൽ കൂടെ കടക്കേണ്ടി വന്നിരുന്നാലും ശരി, ഞാൻ ഒരു അനർത്ഥവും ഭയപ്പെടുകയില്ല എന്ന് പറഞ്ഞുകൊണ്ട് വിശ്വാസത്തിൽ മുന്നേറി അവൻ നിന്നെ നടത്തുന്ന വഴികളിലൊക്കെയും സന്തോഷമുള്ളവനായി, സംതൃപ്തിയുള്ളവനായി ജീവിക്കുന്ന ഒരവസ്ഥ. എപ്പോഴും സംതൃപ്തി. ദൈവം കൊടുക്കുന്നതിലൊക്കെയും അവർക്ക് സന്തോഷമാണ്. കുറവ് കുറച്ചു കൊടുത്തിരുന്നാലും അതുകൊണ്ട് ദൈവം അവരെ സംതൃപ്തിയുള്ളവരാക്കുമെന്ന് അവർ വിശ്വസിക്കുന്നു. അല്പം കൊണ്ടും അധികം കൊണ്ടും ദൈവത്തിന് അവരെ നടത്താൻ കഴിയുമെന്ന് അവർ വിശ്വാസത്താൽ ജീവിക്കുന്നതിനാൽ അവരുടെ അനുഭവങ്ങളിൽ കൂടെ തിരിച്ചറിയുന്നതിനിടയായി തീർന്നു. അങ്ങനെ ദൈവത്തിന്റെ സന്നിധിയിൽ വിശ്വാസത്താൽ ജീവിച്ചിരിക്കുന്നവരെയും വിശ്വാസത്താൽ ജീവിക്കുന്നവരെയും നോക്കിക്കൊണ്ട് ദൈവം അവരെ വിളിക്കുന്ന ഒരു പേരാണ് എൻ്റെ നീതിമാൻ. പ്രൈസ് ദി ലോർഡ്. ദൈവത്തിന്റെ സന്നിധിയിൽ നിന്ന്, ദൈവത്തിന്റെ ആ സ്വർഗത്തിൽ നിന്ന് ഇങ്ങനെ ഒരു പേര് വിളിക്കപ്പെടുവാൻ, അത് ശ്രവിക്കപ്പെടുവാനുള്ള ഒരു ഭാഗ്യം ഈ പ്രഭാതത്തിൽ ദൈവത്തിന്റെ ആത്മാവ് ദൈവത്തിന്റെ വചനങ്ങളിൽ കൂടെ നമുക്ക് തരുമാറാകട്ടെ. ഗോഡ് ബ്ലെസ് യു.